രാവിലെ തന്നെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അരുന്നൻ്റെ വീട്ടിൽ 2 ദിവസം നിൽക്കാനായിട്ട് പോവാണ്. എത്ര ദിവസത്തേക്കായിരുന്നല്ലോ, ഇപ്പോൾ ഒരു ദിവസം ആണെങ്കിൽ പോലും ഞാൻ തലേ ദിവസം തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്കട്ടെ, എന്തെങ്കിലും മിസ്സായി പോകുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ രാവിലെ ഉണ്ണിയാണ് കേട്ടോ, എൻ്റെ അനിയത്തിയാണ് അവനെ റെഡിയാക്കിയത്. മിക്കവാറും എല്ലാ സാറ്റർഡേ സൺഡേ നമ്മൾ അവിടെ ചെന്നിട്ട് സ്റ്റേ ചെയ്യാറുണ്ട് കേട്ടോ. അരുന്നൻ്റെ ജോലി ഉള്ളതുകൊണ്ട് ഞാനും അതുമായിരിക്കും കൂടുതലായിട്ട് അവിടെ പോകുന്നത്. സൺഡേ രാവിലെ ആകുമ്പോൾ അരുന്നൻ്റെ കൂടെ അങ്ങോട്ട് വരും കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്നിട്ട് വൈകുന്നേരമാണ് നമ്മൾ എല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അതും ഈ കാറ്റൊക്കെ കൊണ്ട് ബൈക്കിലും ഓട്ടോയിലൊക്കെ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ നേരെ അവിടെ ചെന്നപ്പോൾ എൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ കേക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ കഴിച്ചിട്ട് എനിക്കൊരു വലിയ പണി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെന്നപ്പോൾ തന്നെ എടുത്ത് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞു. നമുക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു പ്ലാൻ വന്നത്. ഒരുപാട് നാളായി നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട്, അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ പൊന്മുടിയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചു, പെട്ടെന്ന് റെഡിയായി നേരത്തെ കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. പ്ലാൻ ഇട്ടപ്പോൾ തന്നെ അനിയത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് അവളെയും പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. പിന്നെ കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ ആദ്യം നല്ല സുഖം ഉറക്കമായി. ആദ്യം ജനിച്ചതിന് ശേഷം അങ്ങനെ ഒരു ട്രിപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടൊന്നും നമ്മളങ്ങനെ പോയിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വഴിക്ക് ഇറങ്ങുമെന്നല്ലാതെ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ആദൂനെയും കൊണ്ട് നമ്മളിങ്ങനെ വരുന്നത്. പിന്നെ എൻ്റെ നാത്തൂനും ഇപ്പോൾ അധികമായിട്ട് അങ്ങനെ പുറത്തിറങ്ങാറില്ല, കാരണം അവൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ട് ഫുള്ളി വർക്കിൽ ബിസിയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് കൂടെ ഒരു ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആദ്യം ജനിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അപർണയുടെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നത്. അപർണയുടെ പ്രഗ്നൻസിക്കും ആദൂനും ഒരേ മാസമാണ്. രണ്ടുപേരും ഇപ്പോൾ 7 മാസത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ പുതിയൊരാളും കൂടെ വരാണ്. ആദൂനൊരു കസിനും കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അവന് കളിക്കാനൊരു കൂട്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ബിരിയാണിയൊക്കെ പാക്ക് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. കാരണം ഉണ്ണി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവൾക്ക് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. നമ്മൾ ചെന്ന സമയത്ത് ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കോടയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം പറഞ്ഞൊരു ക്ലൈമറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് തന്നെ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 4:30 ആയിരുന്നപ്പോഴത്തേക്കും പതിയെ ഈ കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ച് ആയി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദൂനെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കട്ടിയുള്ള ഒരു ഡ്രസ്സ്. ആദൂന് ഈ തണുപ്പൊന്നും വലുതായിട്ട് ഏൽക്കുന്നില്ല എന്ന് തോന്നുന്നു. അവന് പ്രത്യേകിച്ച് ഭാവം മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് നല്ലോണം ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റ് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കുറേ ദൂരം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടന്നു, നല്ല രസമുണ്ടായിരുന്നു. പണ്ടൊക്കെ അധികം അങ്ങനെ ഓവറായിട്ടൊന്നും പാക്ക് ചെയ്യാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാൻ. പക്ഷേ ഇപ്പോൾ ആദൂന് ഒരു ദിവസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യും. അവിടെ ചെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഓവർ പാക്ക് ചെയ്യും കേട്ടോ. കൂടുതൽ അവൻ്റെ സാധനങ്ങളായിരിക്കും ബാഗ് ഫുള്ളും. പിന്നെ തിരിച്ച് വരുന്ന കഴിക്കാൻ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ചൂട് മാഗി, ബ്രെഡ് ഓംലെറ്റ്, പിന്നെ ബുൾസൈ, ചായ എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അങ്ങനെ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ടാണ് വന്നത്. വീട്ടിലൊക്കെ വന്നപ്പോൾ ഏകദേശം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപർണയാണ് ഗർഭിണിയെങ്കിലും ഉണ്ണിക്കാണ് ക്ഷീണം ഫുള്ളും. ഒരു ആപ്പിളൊക്കെ കൊടുത്തത് ഈ സൈഡിൽ കിടത്തിയിട്ടുണ്ട്. വണ്ടി എടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉണ്ണി ഫ്ലാറ്റ് ആകട്ടെ. ഇനി വല്ല കാറിൻ്റെ മുകളിൽ ചെയർ ഇട്ടേ ഉണ്ണി ഇരുത്താൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലൊന്നൊന്ന് ഫ്രഷ് ആയി ആദൂനെ ഒന്ന് മേലൊക്കെ കഴുകിയെടുത്ത് അവനെ കിടത്തി ഉറക്കിയിട്ട് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എപ്പോഴത്തെ പോലെ ഞാനും അപർണ ഒരുപാട് കത്തിയൊക്കെ വെച്ചതിന് ശേഷമാണ് കിടന്നുറങ്ങിയത്.